CM4SA മോഡൽ ടെയിൽ കട്ടിംഗ് മെഷീൻ്റെ സർവീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഒരു ലോക്കൽ മെഷീനാണ്. ഇപ്പോൾ CM4SA, CM4SB അങ്ങനെ രണ്ട് മോഡലിൽ ലോക്കൽ മെഷീൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് CM4SA മോഡലാണിത്. അപ്പോൾ ഇതിൽ ഫീൽഡും ആർമേച്ചറും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റിയിടുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കാർബൺ ഇളക്കി മാറ്റാം. ഇതിൽ ഈ ഭാഗത്ത് 3 സ്ക്രൂ ഉണ്ട്. ഈ 3 സ്ക്രൂ അഴിക്കുമ്പോൾ ഫ്രണ്ട് കവർ ആർമേച്ചറോടുകൂടെ പുറത്തേക്ക് ഊരിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ സെറ്റായിട്ട് ഊരി വരും. അപ്പോൾ ഇതിൽ ആർമേച്ചർ പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പില്ല, എങ്കിലും ഇവിടെ എല്ലാം ഉരുവിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന പേപ്പറെല്ലാം ഉരുവിയിരിക്കുകയാണ്. ഇത് കാരണം ഫീൽഡ് കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം വീണ്ടും ഈ മെഷീൻ വർക്ക് ചെയ്യിപ്പിച്ചു. അത് കാരണമാണ് ഈ ആർമേച്ചർ ഇത്രയും പഴുക്കാനുള്ള കാരണം. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഫീൽഡ് മാറ്റിയിട്ടിരുന്നെങ്കിൽ ഈ ആർമേച്ചർ കംപ്ലൈൻറ്റ് വരില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഫീൽഡ് ആദ്യം മാറ്റിയിട്ടിട്ട് സെറ്റ് ചെയ്ത് നോക്കാം ആർമേച്ചർ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ മാക്സിമം ആർമേച്ചർ കംപ്ലൈൻറ്റ് വന്നിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ CM4SA മെഷീനിൽ ഫീൽഡ് മാറ്റിയിടാൻ കുറച്ച് എളുപ്പമുണ്ട്. CM4SB ആണെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്, കാര്യം ഈ ബാക്ക് കവർ ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ കാർബൺ ഹോൾഡറിലേക്ക്, ഫീൽഡിൽ നിന്ന് കാർബൺ ഹോൾഡറിലേക്ക് ഒരു സ്പ്രിങ് പോലൊരു റിങ് ഇട്ടിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാർബൺ ഹോൾഡറിൽ പിടിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ബാക്ക് കവർ ഇളക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതിൽ കുറച്ച് എളുപ്പത്തിൽ പിടിച്ചിടാൻ പറ്റും. CM4SBയിലൊക്കെ അല്പം റിസ്ക്കാണ്. ഈ സ്പ്രിങ് ഇതിനകത്ത് വരുന്നത്. ന്യൂട്രൽ വയർ ലിങ്ക് ചെയ്തിരിക്കുകയാണ്, അതിനെ കട്ട് ചെയ്ത് വിടാം. ഇപ്പോൾ ഫീൽഡ് അഴിച്ചെടുക്കാനായിട്ട് ഈ 2 സ്ക്രൂ അഴിച്ചിട്ട് താഴേക്ക് തട്ടുമ്പോൾ ഫീൽഡിങ് ഇളകി വരും പുറത്തേക്ക്. അപ്പോൾ ഈ വയർ ഇളക്കിയിട്ടുണ്ട്. ചുറ്റിക ഉപയോഗിച്ച് ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ ഫീൽഡ് പുറത്തേക്ക് ഇളകി വരും. അതിനുമുമ്പ് കാർബൺ ഹോൾഡറിൻ്റെ ഇറങ്ങി ഇളക്കി വിടണം. ഇളക്കി വിട്ടതിന് ശേഷമേ തട്ടാവും. ഫീൽഡ് കോയിൽ ഈ ഭാഗമെല്ലാം നല്ല പഴുത്ത് കളർ മാറിയിരിക്കുകയാണ്, നല്ല കറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷോർട്ടാണ്. അപ്പോൾ ഫീൽഡ് ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്റർ വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. മൾട്ടിമീറ്ററിൽ ഓംസ് ഇടുക. ഓംസ് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ ഓംസ്, ഇതിൽ 200 ഓംസ് വരെയാണ്, 200 ഓംസാണ് ഏറ്റവും കുറഞ്ഞ ലെവൽ. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഓരോ വൈൻഡിങ്ങും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. $1.4 ഇപ്പോൾ നിലവിൽ ഇത് ഷോർട്ടല്ല. അപ്പോൾ ഇതിൽ 2 സൈഡുമുള്ള റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഒരുപോലെ. ഏകദേശം 1.4, 1.5 ഓം ഇത് എത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫീൽഡ് കംപ്ലൈൻ്റ് എന്ന് പറയാനില്ല, എങ്കിലും ഇത് വൈൻഡിങ് ഇതുപോലെ പഴുത്ത് കറുത്തിരിക്കുന്നതുകൊണ്ട് ഫീൽഡ് മാറ്റണം. ഇതിൽ തൊട്ടടുത്ത വൈൻഡിങ്ങിലേക്ക് പോകുന്ന വയർ ഈ ഫീൽഡിൽ ഷോർട്ടായിട്ടുണ്ട്. ഇവിടെ ഉരുവിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഉരുവി ഈ വൈൻഡിങ്ങുമായിട്ട് ഷോർട്ടായിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ഫീൽഡ് മാറ്റണം. ഫീൽഡ് കോയിൽ ഇതുപോലെ തെർമോകോൾ ബോക്സിലാണ് വരുന്നത്. ഇതിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ഫീൽഡ് കോയിലിന് 1.4 തന്നെയാണ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്. പക്ഷേ അതേസമയം പഴയത് ഇവിടെ ഈ വൈൻഡിങ്ങിൻ്റെ ഈ ഭാഗത്ത് ഷോർട്ടായിട്ടുണ്ട്. ഈ വൈൻഡിങ് പഴുത്തു. അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കുന്നത് സേഫ്റ്റി അല്ല.
അപ്പോൾ അതുകൊണ്ട് ഈ ഫീൽഡ് മാറ്റാം. ആർമേച്ചറിന് മാക്സിമം കംപ്ലയിൻ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ ഈ സ്ക്രൂ ഹോള് കറക്റ്റ് ലെവൽ നോക്കി തന്നെ ഇറക്കണം. പിന്നെ ഉള്ളിൽ ഇറക്കിയതിന് ശേഷം അങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം ടൈറ്റ് ഇല്ല. ചിലതിൽ നല്ല ടൈറ്റായിട്ടായിരിക്കും ഇറങ്ങി പോകുന്നത്. ഫീൽഡിൻ്റെ വയർ അവർ ഇതിൽ കെട്ടിയിട്ടില്ല. അപ്പോൾ അത് ആർമേച്ചറിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊന്ന് 2 വയറും കൂടെ ചേർത്ത് ഇവിടെ ഒന്ന് കെട്ടിയുള്ളൂ. ഇതിൽ കപ്പാസിറ്റർ ഇട്ടിരിക്കുന്നത്. കപ്പാസിറ്ററിൽ നിർബന്ധമല്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാം. ഫീൽഡിൻ്റെ ഒരു വയർ സ്വിച്ചിലും ഒരു വയർ ഡയറക്റ്റ് കേബിളിലാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്പ്രിങ് അതിൽ കണക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. കാര്യം ഇതിനുള്ളിലായതുകൊണ്ട് കറക്റ്റായിട്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിലിതുപോലെ നമുക്ക് അതിനുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ പിടിച്ചിടാൻ പറ്റും. ഇട്ടിട്ടുണ്ട്. CM4SB അതുപോലെ മാക്ടെക്, കുമി മുതലായ മോഡലിലൊക്കെ ഈ കാർബൺ ഹോൾഡറിൽ ഈ സ്പ്രിങ് കണക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അല്പം റിസ്ക്കാണ്. അതിന് ടൂൾസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല പ്രത്യേകിച്ച്. ചിലപ്പോൾ ടൂൾസ് കിട്ടുമായിരിക്കും. അപ്പോൾ ഇതിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എളുപ്പമാണ് വളരെ. അപ്പോൾ ഇനി ആർമേച്ചർ സെറ്റ് ചെയ്ത് നോക്കാം. ബെയറിംഗ് ഒക്കെ കൊള്ളാമെന്നുള്ളത് നോക്കണം. ബെയറിങ്ങിന് കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. ആർമേച്ചറിൻ്റെ കണ്ടീഷൻ മോശമാണ്. എങ്കിലും സെറ്റ് ചെയ്ത് ഓട്ടിച്ച് നോക്കിയാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഈ ആർമേച്ചർ ഫീൽഡിൻ്റെ സൈഡിലെങ്ങാനും പിടിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കാര്യം ഫീൽഡ് ഇളക്കിയിട്ട് പുതിയ സെറ്റ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ആർമേച്ചർ ഫീൽഡിൻ്റെ സൈഡിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി കാർബണ് ഇതിലവർ നേരത്തെ ഇതിന് സൂട്ടബിളായിട്ടുള്ള കാർബണല്ല ഇട്ടിരിക്കുന്നത്. രണ്ടും 2 ഐറ്റമാണ്. CM4SA വരുന്നത് ഈ മോഡലാണ്. ഇതിൽ കാർബൺ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇതിൽ കാർബൺ ഇട്ടിട്ട് നമുക്ക് ഈ 2 പിന്നും ഇതിൽ വരുന്ന ഈ 2 പിന്നും ഒരെണ്ണം ഈ സൈഡ് വരണം, ഒരെണ്ണം ഇപ്പുറം സൈഡ്, ഇപ്പുറമാണ് വരേണ്ടത്. അപ്പോൾ അത് പൊസിഷനിൽ വെച്ചില്ലെങ്കിൽ ഈ കാർബണിൻ്റെ ക്യാപ്പ് കറക്റ്റായിട്ട് അടയില്ല. അപ്പോൾ അതിന് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിൽ ഈ അടപ്പിൽ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കി ഉള്ളിലേക്ക് വയ്ക്കണം. വെച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്രോസ് ത്രെഡ് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിവേഴ്സിലേക്ക് ഒരല്പം കറക്കുമ്പോൾ അത് കറക്റ്റ് ത്രെഡ് ക്ലിയർ ആവും. അതിന് ശേഷം ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം ടൈറ്റ് ചെയ്ത് നിർത്തുക. ഈ ക്യാപ്പിനകത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വെട്ടിൽ കറക്റ്റായിട്ട് പോകുന്ന രീതിയിൽ ഉള്ളിലേക്ക് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഇടത്തേക്ക് കറക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആവും. അതിന് ശേഷം ഉള്ളിലേക്ക് കറക്കി കഴിഞ്ഞാൽ വലത്തേക്ക് കറക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ ക്രോസ് ത്രെഡ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പിരി പോയി കഴിഞ്ഞാൽ കാർബൺ ഹോൾഡർ ഉൾപ്പെടെ മാറ്റാനേ പറ്റുള്ളൂ. പിന്നെ ചെക്ക് ചെയ്ത് നോക്കാം.
ഇതിൽ ആർമേച്ചറിന് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല, ഫീൽഡിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ സ്പാർക്കൊന്നും വരുന്നില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്പാർക്ക് ഇതിലുള്ളൂ. അപ്പോൾ ആർമേച്ചർ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി ചെക്ക് ചെയ്യേണ്ടത് ആർമേച്ചർ ഇത്രയും ഉരുവിയ അവസ്ഥയിൽ, പഴുത്ത അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ബോഡിയായിട്ട് എർത്തുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിന് സ്വിച്ച് ഓൺ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കണം. ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ലാമ്പിന് ഒരു വയർ ഈ കേബിളിൽ ഏതെങ്കിലും ഒന്നിൽ വയ്ക്കണം. അതിന് ശേഷം ഒരു വയർ ബോഡിയിൽ. അപ്പോൾ ഇതിൽ വേറെ ലീക്കേജ് ഒന്നുമില്ല, വൈൻഡിങ് ബോഡിയായിട്ട് ഷോർട്ടായിട്ടില്ല. അപ്പോൾ ഇതും കൂടെ ചെക്ക് ചെയ്യണം. കാര്യം വൈൻഡിങ്ങിൻ്റെ ആർമേച്ചറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അറിയാൻ പറ്റില്ല. ഇതുപോലെ ഉരുവി ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ബോഡിയായിട്ട് ഷോർട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇനി ബാക്ക് കവർ അടയ്ക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ പവർ ടൂൾസിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.